ഞാൻ ഈ ഹോം പ്രോജക്റ്റിനെ കുറിച്ച് ഒരു വാക്കെന്ന് പറഞ്ഞോട്ടെ. ഞാൻ വള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ കാലത്തും ഒരുപാട് സാധാരണക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുകയും ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടി പിതാവും വളരെയധികം പരിശ്രമിച്ച ആളാണ്. ഞാൻ ഈ സൃഷ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഒരു സർവേ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2000-ലധികം അപേക്ഷകളാണ് എനിക്ക് കിട്ടിയത്. 1 സെൻറ്റ് പോലും സ്ഥലമില്ലാത്തവരും കിടപ്പാടമില്ലാത്തവരും. അതെന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. എനിക്കറിയാമായിരുന്നു അങ്ങനത്തെ ആളുകൾ ഒത്തിരി ഉണ്ട്. എൻ്റെ സ്ഥലവും ഞാൻ വളർന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ചുള്ള എൻ്റെ അനുഭവം നമ്മുടെ രൂപതയ്ക്കുള്ളിൽ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നവരും വീടില്ലാത്തവരും ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനതിൽ ഇടപെട്ടതും. അങ്ങനെ വന്ന് ഈ സർവേ എല്ലാം നടത്തി. എനിക്കതിനോട് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ ഹോം പാല പ്രോജക്റ്റിനോടാണ് നമ്മളുടെ അൽമായരും നമ്മളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ സഹകരിച്ചത്. ഇതിൻ്റെ മുഴുവൻ രൂപതാ കേന്ദ്രത്തിൽ നിന്ന് അല്പം എന്തെങ്കിലുമൊക്കെ ഓരോ വീടിനും 10,000-40,000 അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കാൻ, അതിൽ കൂടുതലൊന്നും നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. നമ്മൾ ആ പ്രോജക്റ്റിൽ 1200 വീടുകൾ പൂർത്തിയാക്കി. നമ്മൾ 3.5 കൊല്ലം കൊണ്ട് 1200 വീടുകൾ പൂർത്തിയാക്കി. അതിൽ 1000-ഓളം വീടുകൾ ഞാൻ തന്നെയാണ് പോയി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചതും. അച്ഛന്മാർ നിർബന്ധിക്കും പിതാവിൻ്റെ ഒന്ന് വരണം. എനിക്ക് സാധാരണക്കാട് വീടുകളൊക്കെ പോകാം, അവിടെ ഒന്ന് കാണാം. അവിടെ ചെല്ലുമ്പം നമ്മുടെ ആളുകളും കൈക്കാരന്മാരും ഭക്തസംഘടനക്കാരും എല്ലാം ഉണ്ട്. അങ്ങനെ വലിയ കൂട്ടായ്മകളായിട്ട് അത് മാറാറുണ്ട്. ഇനിയും ആ പ്രോജക്റ്റ് തുടരണം. ഈ പ്ലാറ്റിനം ജൂബിലിയിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് വേണ്ടത്. അതായത് ഈ ഹോം പാല ഒരു 2000 വീട് വരെ കൊണ്ട് എത്തിക്കണം. അച്ഛന്മാർ വളരെ താല്പര്യം എടുക്കുന്നുണ്ട്. അൽമായരും അതിന് വേണ്ട സ്ഥലവും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ അതിനുവേണ്ടി നമ്മളൊരു കമ്മിറ്റിയെ വെച്ച് അവരാണല്ലോ ചെയ്യുന്നത്, അവരെ അത് ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല.